ഹലോ, എൻ്റെ പേര് ശ്രീഹരി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. തലവൻ എന്ന മൂവിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ത്രില്ലർ മൂവീസിൻ്റെ, എസ്പെഷ്യലി ക്രൈം ത്രില്ലർ മൂവീസിൻ്റെ ഒരു വലിയൊരു ഫാനാണ്. ത്രില്ലർ മൂവീസാണ് കൂടുതലും കാണാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒട്ടും എക്സ്പെക്റ്റേഷനോട് കൂടിയല്ല ഈ ഒരു മൂവി കാണാൻ പോയതും. പക്ഷേ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. അതെന്തൊക്കെ കൊണ്ടാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതെന്ന് നമുക്കടുത്ത് പറയാം. സിനിമയുടെ ഫസ്റ്റ് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ സ്റ്റോറിയാണ്. സാധാരണ പോലെ തന്നെ ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ്. സിനിമ തുടങ്ങി കഴിഞ്ഞൊരു 30 മിനിറ്റിന് ശേഷം മെയിൻ കഥയിലോട്ട് കടക്കുന്നുണ്ട്. അതുവരെ വേറൊരു ജോണർ ആയിരുന്നോ, അല്ലെങ്കിൽ ഇത് വേറൊരു ജോണറിലോട്ടാണോ പോകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കഥ കൊണ്ടുവരുന്നത്. ശേഷം അതിൻ്റെ മെയിൻ കഥയിലോട്ട് വരുമ്പോൾ ഒരു കൊല നടക്കുന്നു. അതിനുശേഷം അതെങ്ങനെ കൊണ്ടുപോകുന്നു, ആരാണ് അതിൻ്റെ പിന്നിലെ കൾപ്രിറ്റ്, സാധാരണ ഒരു ത്രില്ലർ മൂവീസിൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് ഈ സിനിമയും ചോദ്യം ചെയ്യുന്നത്. തുടക്കത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു ബിജു മേനോൻ ചെയ്ത ഒരു പോലീസ് ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു പുള്ളിക്കാരൻ്റെ സ്വഭാവ സവിശേഷത, അത് പുള്ളിക്ക് ഭാവിയിൽ എങ്ങനെയൊക്കെ ദോഷം ചെയ്യും, അതൊക്കെ കറക്റ്റ് വൃത്തിയായിട്ട് സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ കുറേയൊക്കെ ത്രില്ലർ കണ്ട് മടുത്തവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ത്രില്ലറും നമുക്ക് സ്വാഭാവികമായിട്ടും മടുപ്പായി തന്നെ തോന്നാം. കാരണം അത്തരം രീതിയിലാണ് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് പോകുന്നത്. ഫസ്റ്റ് ഹാഫിലെ സ്റ്റോറി ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്നതായിരുന്നു. നമ്മളെയൊക്കെ എവിടെയൊക്കെ പിടിച്ചിരുത്തുന്നുണ്ട്. അതാരാണ് അതിൻ്റെ പിന്നിൽ, ആരാണ് മരിച്ചത്, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയാനായിട്ട് നമ്മളൊരു ആകാംക്ഷ പലപ്പോഴായിട്ട് വെക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് സിനിമയുടെ ഒരു ട്വിസ്റ്റുകളും അതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ട്വിസ്റ്റുകളെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം നമ്മളെ സ്റ്റോറിയിലോട്ട് ഇറങ്ങി ചെല്ലുന്ന വിധത്തിൽ അവർ കുറച്ച് ഹിൻറ്റുകളൊക്കെ തരുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും ആ ഒരു ഭാഗം തന്നെയാണ്. കാരണം നമ്മളെ കംപ്ലീറ്റ്ലി ഒരു സീറ്റ് എഡ്ജ് ത്രില്ലറിലോട്ട് കൊണ്ടുപോകുന്നില്ല എങ്കിലും ആ സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്ന രീതിയുണ്ട്. കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ആ ഒരു കൊലയ്ക്ക് പിന്നിലും. കുറേ സംഭവങ്ങൾ എന്ന് പറയുമ്പം ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട് കേട്ടോ, ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ ലെവലപ്പ് ചെയ്ത് ഒരു അടുക്കി പാക്ക് ചെയ്ത് വെക്കുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ സിനിമയുടെ പോസിറ്റീവായിട്ട് ആദ്യം പറയുന്നത് സിനിമയുടെ സ്റ്റോറി തന്നെയാണ്. രണ്ടാമത്തെ പോസിറ്റീവ് അതിൻ്റെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് അല്ല, അടിപൊളിയാണ്. അതിൽ 2 ഹീറോ ക്യാരക്ടേഴ്സാണ് വരുന്നത്, നിങ്ങൾക്കറിയാം. ബിജു മേനോൻ ചേട്ടനും ആസിഫ് അലി, ഇവർ 2 പേരും വൃത്തിക്ക് ആ റോൾ ചെയ്തിട്ടുണ്ട്. 2 പേരും ഒരു പ്രത്യേക സ്വഭാവക്കാരാണ്. അവരുടെ സ്വഭാവമാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കുന്നത്. അതാണ് സിനിമയുടെ ഒരു ഐഡിയ ആയിട്ട് പറയുന്നത്. അത് ബിൽഡ് ചെയ്യുന്നതിലും ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിലും ഇവർ 2 പേരും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതൊരു സംഭവമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പം വേറൊരു പെർഫോമൻസ്, അത് കോട്ടയം നസീർക്കയുടെ പെർഫോമൻസ് അടിപൊളിയാണ് കേട്ടോ. അത് കിഡിലൻ പെർഫോമൻസ്. അത് ഒത്തിരിയും ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും എല്ലായ്പ്പോഴും കാണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പുള്ളിക്കാരൻ ഒരു നല്ലൊരു ആക്ടറാണെന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. പിന്നീട് അനുശ്രീ ചെയ്തൊരു ക്യാരക്ടർ, മിയ ജോർജ് ചെയ്ത ക്യാരക്ടർ, അവരുടെയൊക്കെ ക്യാരക്ടറും ജസ്റ്റിഫൈയിങ് ആയിരുന്നു. അവർക്ക് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് സിനിമയിലുടനീളം. പിന്നെ പറയത്തക്ക ഒരു പെർഫോമൻസ് കുറേ പേരുണ്ട് കേട്ടോ. നമ്മുടെ ജോജി മുണ്ടൊക്കെയാണ്, നമ്മുടെ ജോജി സിനിമയിലെ ചേട്ടനൊക്കെ ഇല്ലേ, പുള്ളിയുണ്ട്. കുറേ പോലീസുകാർ വരുന്നുണ്ട്. ഇവരുടെയൊക്കെ പെർഫോമൻസ്, ശങ്കർ രാമകൃഷ്ണൻ, ഇവരുടെയൊക്കെ പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. ദിലീഷ് പോത്തൻ, കുറേ പേരുണ്ട്. അതുകൊണ്ട് എടുത്ത് പറയാനായിട്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മിസ്സായി പോകും. അതുകൊണ്ട് ഇനി ഞാൻ എടുത്ത് പറയുന്നില്ല. ഈ പെർഫോമൻസ് ചെയ്ത എല്ലാവരും നല്ല രീതിയിൽ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പോസിറ്റീവ് മ്യൂസിക് വർക്കാണ്. മ്യൂസിക് വർക്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതിലൊരു സോങ് ഉണ്ട്, തലവൻ എന്ന് പറയുന്നൊരു സോങ്. ആ സോങ് ക്ലൈമാക്സിൽ മാത്രമേ ഒരു പ്ലേസ് ചെയ്യത്തുള്ളെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് അടിപൊളി. എനിക്ക് കേട്ടപ്പോഴും കൊള്ളാമല്ലോ ഉള്ളൊരു സെറ്റപ്പിൽ വന്നിരുന്നൊരു പാട്ടാണ്. അത് ക്ലൈമാക്സിൽ പ്ലേസ് ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഒരു സംഭവങ്ങളൊക്കെ തോന്നി, ഒരു റഷൊക്കെ കയറി. ഒരു വലിയ കാതടപ്പിക്കുന്ന സെറ്റപ്പൊന്നുമല്ല. ത്രില്ലർ മൂവീസിനൊക്കെ പിടിച്ചിരുന്ന തരത്തിൽ അങ്ങനെ ബാസൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ മൂളിച്ചൊക്കെയുള്ള സംഭവം അതൊക്കെ തന്നെയാണ് ഇവിടെയും. പക്ഷേ കൊള്ളാം. ദീപക് ദേവാണ്. പിന്നെ പറയാനുള്ള വിഷ്വൽസ് ഒക്കെയാണ്. സാധാരണ നമ്മൾ ഈ ത്രില്ലർ പടത്തിലൊക്കെ കാണത്തില്ലേ, അതിൻ്റെ ഒരു ടോണുണ്ട് ത്രില്ലറിന്. എനിക്ക് ഇവിടെ ആ ഒരു ടോൺ തോന്നിയില്ല. ആ ഒരു ഇമേജ് ഉണ്ട്, നമ്മൾ കാണുന്ന ഒരു ഫ്രെയിമില്ലേ, ആ ഫ്രെയിം ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ ഭാഗത്തിൽ ഒരു ഫൈറ്റ് സീനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സാധനം വരുന്നുണ്ട്. നമ്മളിൽ ഒരു ഭീതി കൊണ്ടുവരാനായിട്ട് ആ വിഷ്വൽസിന് സാധിച്ചിട്ടുണ്ട്. കുറച്ച് ലെങ്തി ഫീൽ എനിക്ക് തോന്നി. മേ ബി ആ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കാം. പക്ഷേ അവിടെ ട്രിം ചെയ്യാനും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയില്ലെങ്കിലും എഡിറ്റിങ്ങിൽ ലെങ്ത്ത് കുറച്ച് കൂടുതലായിട്ടുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും എഡിറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ലൊരു വർക്ക് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പേഴ്സണൽ നെഗറ്റീവ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ ബിൽഡപ്പ് ചെയ്ത് വരുന്നൊരു ഭാഗങ്ങളൊക്കെ ഇല്ലേ,
ആ ഭാഗങ്ങൾ എനിക്ക് പൊടിക്ക് ലാഗായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരു ആവറേജിന് മുകളിൽ ഫീൽ ചെയ്തുള്ളൂ. സെക്കൻഡ് ഹാഫിലാണ് സിനിമ ഒന്ന് കയറി നിന്നതെന്നൊക്കെ. ആ ഫസ്റ്റ് ഹാഫിൽ സംഭവം പെട്ടെന്ന് തന്നെ കഥയിലോട്ട് ഇറങ്ങുന്നുണ്ട് എങ്കിൽ പോലും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ലേശം എനിക്ക് എവിടേക്കോ ലാഗ് അടിച്ചു. അതിനർത്ഥം സിനിമയിൽ നിന്ന് മാറിപ്പോയെന്നോ അല്ലെങ്കിൽ സിനിമയിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ അവർ കാണിച്ചു എന്നൊന്നുമല്ല. പക്ഷേ ആ ഒരു സംഭവത്തെ അങ്ങോട്ട് ഗ്രാജുവലി പോകും തോറും നമുക്ക് അതിലോട്ടൊന്ന് മുഴുകി നമുക്കൊരു എഡ്ജിലിരുന്നത് കാണാനുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ട്രാക്ക് മാറി, അതിൻ്റെ ഒരു തലം മാറി, കുറേ അവർ ഇൻവെസ്റ്റിഗേഷനിലോട്ട് ഇൻവോൾവ് ആയി കുറേ സംഭവങ്ങളൊക്കെ ബൂസ്റ്റപ്പ് ചെയ്ത് പിന്നെയാണ് അതിൻ്റെ ഒരു ത്രില്ലിങ് എലമെൻറ്റ് എനിക്ക് തോന്നിയത്. പൊതുവെ ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചും കൂടെയൊക്കെ ഫാർ ബെറ്റർ ആയിരുന്നു സെക്കൻഡ് ഹാഫ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഇനി സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളല്ലാണ്ട് കുറച്ച് കാര്യം കൂടി ഞാൻ പറയാം. ത്രില്ലർ മൂവീസിൻ്റെ ഒരു സാധാരണ സ്വഭാവം ഇല്ലേ, അതായത് ഒരു കൊല നടക്കുന്നു, ആ കൊലയ്ക്ക് ശേഷം അതിൻ്റെ കുറ്റവാളിയെ കണ്ടുപിടിക്കാനായിട്ട് കുറേ സംഭവങ്ങൾ തന്ന് അതിൽ നിന്ന് വഴുതി മാറുന്നു, അല്ലെങ്കിൽ അടുത്തതിലോട്ട് പോകുന്നു, അതിൽ നിന്ന് മാറുന്നു, പിടിതരാതെ അവസാന നിമിഷം കൊണ്ടേ ഒരു സംഭവം സോൾവ് ആക്കുന്നു. ഈ ഒരു യൂഷ്വൽ പാറ്റേൺ തന്നെയായിട്ട് അത് തന്നെയാണ് തലവനും പറയുന്നത്. നമ്മൾ കണ്ട് മറന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ആ ടെംപ്ലേറ്റിലോട്ട് പുതിയൊരു സാധനം എടുത്ത് വെക്കുമ്പോഴും നമുക്ക് അവിടെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് എൻ്റെ മാത്രം ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റോറി ആയിരുന്നു. അതിൽ ഒരു സസ്പെൻസൊക്കെ റിവീൽ ചെയ്യുന്നൊരു ഭാഗങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോയിരുന്നു. പഴയ ഒരു ടെംപ്ലേറ്റിലോട്ട് ഈ ഒരു സംഭവം കൊണ്ടുവന്നത് കൊണ്ടുള്ളൊരു ഫീല്, പഴയെന്ന് വെച്ചാൽ അത്ര പഴയതല്ല, ത്രില്ലറിൻ്റെ യൂഷ്വൽ ടെംപ്ലേറ്റ് ആണെന്ന് എനിക്കറിയാം. എന്നാൽ പോലും കുറച്ചും കൂടി ഡിഫറെൻറ്റ് രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലൊരു ത്രില്ലർ മൂവി മലയാളത്തിന് തന്നെ വന്നേനെ. നമ്മളെയൊക്കെ പിടിച്ചിരുത്തുന്ന കുറേ എലമെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഒയ്യോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊള്ളാമല്ലോ അതിൻ്റെ ട്വിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന കുറച്ച് സീനുകളില്ലേ, ആ സീനുകളൊക്കെ നമുക്ക് എൻഗേജ് ചെയ്യാൻ അല്ലെങ്കിൽ പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. ഇത് മെയിനായിട്ട് ഫസ്റ്റ് ഹാഫിന് ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് അതുപോലെയായിരുന്നു. സിനിമ അത് കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് തലത്തിൽ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയാൽ. കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആസിഫ് അലിയുടെ ഡയലോഗ് ഡെലിവറി അടിപൊളിയാണ്. അദ്ദേഹം ഒരു ഭയങ്കര കർക്കശക്കാരൻ എന്നുള്ള ഉപരി സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. മുഖത്ത് വരുന്ന അതേപടി തുറന്ന് പറയുന്ന ആളാണ്. അത്തരത്തിലൊരു ബോൾഡ് ക്യാരക്ടർ, ഒരു ഹൈബാസ് ക്യാരക്ടറൊക്കെ പുള്ളിക്കാരൻ അനായാസം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിജു മേനോൻ ചേട്ടൻ രണ്ടുപേരും കട്ടക്കാണ് നിൽക്കുന്നത്. ഇവർ തമ്മിലൊരു ചെറിയ ഈഗോ ക്ലാഷ് പോലെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പിന്നീടാണ് അതിൻ്റെയൊക്കെ സംഭവം നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും സീരീസ് ഓഫ് ഇൻസിഡൻസിനെ അവർ ചേർത്ത് കോർത്ത് ഇങ്ങനെ ഒരു മാല പോലെ ആക്കി വെച്ചൊരു ഫീലില്ലേ, അങ്ങനെ എനിക്ക് തോന്നി. അതുകൊണ്ട് ആ സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒട്ടും എളുപ്പമല്ല അങ്ങനത്തെ സ്റ്റോറി എഴുതാനും അങ്ങനത്തെ സ്റ്റോറി എക്സിക്യൂട്ട് ചെയ്താനും. അത്തരത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇത്തരത്തിലെ ക്രൈം ത്രില്ലർ പാറ്റേണിൽ ഈ ഒരു മൂവി എടുത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ അവർക്കൊന്ന് ഒരു സംഭവം സാധാരണ യൂഷ്വൽ പാറ്റേണിൽ നിന്ന് വേറെ മാറിയിട്ട് ട്രൈ ചെയ്യാമായിരുന്നു എന്നൊരു ഫീൽ വന്നു. ഇതൊരു തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച് മൂവിയായിട്ട് ഞാൻ പറയില്ല. ഇത് OTT-യിൽ കണ്ടാലും നമുക്ക് ചിലപ്പം അതിൻ്റെ കുറേ ത്രില്ലിങ് എലമെൻറ്റ്സ് ഒക്കെ മിസ്സാവത്തില്ല ഒരിക്കലും. പക്ഷേ മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം നല്ല സിനിമകൾ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പം സുവർണ്ണ കാലഘട്ടമാണ്. ഇത്തരം കാലഘട്ടങ്ങളിൽ ഇതുപോലത്തെ കൊച്ചു സിനിമകളുണ്ട്. വലിയ വമ്പൻ ഗ്ലാഷിൻ്റെ പുറകെ മുങ്ങിപ്പോകുന്ന കുറേ സിനിമകളുണ്ട്. അത്തരത്തിൽ ഇറങ്ങിയൊരു സിനിമയായിട്ടാണ് എനിക്ക് തലവൻ തോന്നിയത്. മാക്സിമം നിങ്ങൾ സിനിമ കാണാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് തലവൻ സിനിമയെ പറ്റിയുള്ള എൻ്റെ ചെറിയ റിവ്യൂ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. സിനിമ കണ്ടവർ മാത്രം കമൻറ്റ് സെക്ഷനിൽ പറയണേ. അതുപോലെ തന്നെ മൂവി കാണാനുള്ളവർക്ക് ഈ സിനിമയുടെ റിവ്യൂ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.